ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരുങ്ങിപ്പെറുക്കി റെഡിയായി നിൽക്കുന്നത് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് പാലക്കയത്ത് വേഗം പോയി കുർബാന കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇന്നൊരു ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയുടെ ഏപ്രിൽ 28-നായിരുന്നു, കുഞ്ഞാമിയുടെ മെയ് 8-നായിരുന്നു. അപ്പം ഈ ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഒരു ദിവസമാണ് ആഘോഷിക്കുന്നത്. രണ്ടുപേരുടെയും ഒന്നും ആഘോഷം നടക്കത്തില്ല. അപ്പോൾ ഒരു കേക്ക് മേടിച്ച് രണ്ടുപേരുടെയും പേരെഴുതി കേക്ക് മുറിക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മളിതാ വേഗം റെഡിയായി. ഞാൻ യേശുക്കുട്ടനും അവരെ നോക്കി കുറച്ച് നേരം കാവൽ നിന്നു. അപ്പോഴാണ് ബാക്കിയുള്ളവർ ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പള്ളിയിലേക്ക് പോകുന്നതാണ്. ചീനിക്കപ്പാറയ്ക്കാണ് സാധാരണ നമ്മുടെ ഇടവക പള്ളിയിലാണ് പോകുന്നത്. അവിടെ ഇന്ന് ഉണ്ണിക്ക് ആദ്യ കുർബാനയ്ക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാലക്കയത്ത് പോയിട്ട് വേഗം തന്നെ വരാമെന്ന് വിചാരിച്ചു. ചീനിക്കപ്പാറ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പോകണം, അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അതാ കുർബാനയൊക്കെ കണ്ടു. യേശുക്കുട്ടൻ അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ പാലക്കയത്ത് പള്ളിയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെ ഇരുന്ന് കളിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ നേരെ രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലത്തേക്കും കൂടെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. പിള്ളേരെ നോട്ടം, കൊച്ച്, കച്ചറ, പിച്ചറ, അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ നേരത്തെ വീഡിയോ ആണ് കേട്ടോ. പിള്ളേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പം അവർ മിഠായി ഗിഫ്റ്റ് കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേസി അമ്മച്ചിയും ലാലി അമ്മച്ചിയും കൂടെ മേടിച്ച് കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഞാൻ അങ്ങനെ നിരത്തി വെച്ചിട്ട് ഫോട്ടോ എടുത്തതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഹാളിൽ. അപ്പോൾ ഞാൻ സെറ്റിയൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. നമുക്കിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അട്ടപ്പാടി പോയപ്പം ഡേസി അമ്മച്ചിയാണ് പിള്ളേർക്ക് ഈ വക സാധനങ്ങളും ചെരുപ്പും ഒക്കെ മേടിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം വാരിപ്പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിയുടെയും കുഞ്ഞാമിയുടെയും കൂടെ എല്ലാത്തിനും യേശുക്കുട്ടന് കൂടുന്നുണ്ട് കേട്ടോ. അവനെല്ലാം വാരി പറിച്ച് പെറുക്കി ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് എനിക്ക് അടുക്കളയിൽ കുറേ പരിപാടിയുണ്ട്. ഇത് ഇവിടെ ഒട്ടിച്ച് പെറുക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് വേഗം തന്നെ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ആദ്യം ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അയ്യോ ആ മറ്റേതിൻ്റെ മുകളിലായിരുന്നു ഇത് ഒട്ടിക്കേണ്ടതെന്ന്. അങ്ങനെ അതൊക്കെ പിന്നെ തിരിച്ച് വലിച്ച് പറിച്ചിട്ടിട്ട് പിന്നെ മറ്റേത് ഒട്ടിച്ചിട്ട് വീണ്ടും അത് കാർഡ് ഒട്ടിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോരോ ഗുലുമാലും മണ്ടത്തരമൊക്കെ ആദ്യം തന്നെ കാണിച്ച് കൂട്ടി വെക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞാമിയുടെ ബർത്ത്ഡേ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മെയ് 8-നായിരുന്നു കുഞ്ഞാമിയുടേത്, ഉണ്ണിയുടേത് ഏപ്രിൽ 28-നും. അപ്പം ഇത്ര ഗ്യാപ്പേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യത്തെ 1-ാം പിറന്നാളും 2-ാം പിറന്നാളും ഒക്കെ അങ്ങനെയൊക്കെ എല്ലാവരുടെയും അവനവൻ്റെ തന്നെ ആഘോഷിച്ച്. പിന്നെ ഇനിയിപ്പോൾ എന്തോന്ന് രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ആഘോഷിക്കും. അപ്പം യേശുക്കുട്ടൻ്റെ പിന്നെ ജൂലൈയിലായതുകൊണ്ട് അവൻ്റെ പ്രത്യേകം ആഘോഷിക്കേണ്ടി വരും. അങ്ങനെ നമ്മളത് ഒട്ടിയിലും പെറുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മാങ്ങാപ്പഴം ഇവിടെ ഇപ്പം മാങ്ങാപ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചേ. എന്നാൽ ആ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം തന്നെ മാങ്ങയൊക്കെ ചെത്തിപ്പറക്കിയെടുത്ത് ജ്യൂസ് അടിച്ച് ആ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കുറച്ച് തണുപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. ചോറിന് എന്തെങ്കിലും കറി വെക്കണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ എന്നായിരുന്നു കുടുക്കയാന്ന് തോന്നുന്നു, എന്തോ മീനും പിന്നെ കിളിമീൻ. ഇതിന് കിളിമീൻ എന്നാണ് പറയുന്നത്. ഞങ്ങളല്ല ഞാൻ ചെമ്പല്ലി എന്നും പറയും തോന്നും. അപ്പം ഞങ്ങളുടെ കിളിമീൻ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വറുത്തിട്ടുണ്ടെങ്കിൽ അധികം മുള്ളില്ലല്ലോ. അപ്പോൾ അത് കാരണം അത് മേടിച്ച് വറുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വറുത്തു. ഉച്ചക്കത്തേക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ്. ഉച്ചക്കത്തേക്ക് സ്പെഷ്യലൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കൂടെ കൂട്ടി അങ്ങ് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ മീനൊക്കെ വറുത്തു, മീൻകറിയൊക്കെ വെച്ചു. പിന്നെ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണേ. അപ്പം പിള്ളേർക്ക് മേടിച്ച് ഡ്രസ്സ് ഇതായിരുന്നു. അപ്പം അങ്ങനെ ക്യാപ്പൊക്കെ വെച്ച് അവർ ഏകദേശം സെറ്റായി. കുറേ മാസങ്ങൾക്ക് മുമ്പ് മേടിച്ച് വെച്ച മിഠായിയൊക്കെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ. അതെല്ലാം പിള്ളേർ പെറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് ടേബിളൊക്കെ വലിച്ച് പെറുക്കി ഇട്ടേക്കുവാണ് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലിൻഡോ പാപ്പിയോടും എന്തെങ്കിലും ഇവർക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടണം. എന്തെങ്കിലും കുഞ്ഞു സാധനമാണെങ്കിലും അവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കുറച്ച് മിഠായി അവൻ കൊണ്ടേ കൊടുത്തു. പിന്നെ ഇത് പടക്കം പൊട്ടിക്കാനായിട്ട് ഒരു 3-4 പടക്കം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ അവിടെ കൊണ്ടിട്ട് ലിൻഡോ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ജ്യൂസൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ എടുത്ത് ജഗ്ഗിനകത്തേക്കൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കേക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ വരുമ്പോഴത്തേക്കും കേക്കൊക്കെ എടുത്ത് അവിടേക്ക് വെക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങാപ്പഴത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ. അധികം വെള്ളമൊന്നും ചേർക്കാതെ മാങ്ങാപ്പഴം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ പിന്നെ ഞാനങ്ങ് മാങ്ങാപ്പഴത്തിൻ്റെ ജ്യൂസും കഴിച്ചു. ഞാൻ 2 കൊല്ലം മുന്നേ മാങ്ങാപ്പഴത്തിൻ്റെ ജ്യൂസ് അടിച്ചായിരുന്നു തോന്നുന്നു. അപ്പം പിള്ളേർ വരുമ്പോഴത്തേക്കും ഞാനത് ആ ടേബിളിൽ കൊണ്ടുപോയിട്ട് കേക്ക് സെറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ലിയോണ, എലീഷ എന്നൊക്കെ പേരൊക്കെ എഴുതി മിഠായിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അവിടെ അപ്പനും മകനും കൂടെ പാട്ട് കച്ചേരി നടത്തുകയാണ് കേട്ടോ. ആരെങ്കിലും പാട്ട് പാടാൻ പറയുമ്പോഴത്തേക്കും അവനങ്ങ് പാട്ട് പാടും എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതാ അവളുടെ ഉണ്ണിയും കുഞ്ഞാമ്മയും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഇവർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്കും കുറച്ച് ഫ്രണ്ട്സൊക്കെ വേണം, ആൾക്കാരൊക്കെ വേണമെന്നും പറഞ്ഞ് അപ്പുറത്ത് പോയി പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ പടക്കം പൊട്ടിക്കും, ഇത് എന്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ പൊട്ടിച്ചല്ലേ, കേക്കിനകത്തോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് നമുക്ക് കേക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം അങ്ങനെ കേക്ക് അടച്ചു വെച്ചിട്ട് അത് പൊട്ടിച്ചു. എന്നിട്ടാണ് പിന്നെ കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ ഉണ്ണി ആദ്യം തന്നെ എനിക്ക് മുറിച്ചപ്പോൾ തന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തരില്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഫസ്റ്റ്, എന്നിട്ട് യേസക്കുട്ടന് കൊടുക്കുക, എന്നിട്ട് മതി എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. യേസക്കുട്ടന് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അവൻ കേക്കിലേക്ക് പോയി പിടിക്കാനാണ് നോക്കുന്നത്, അതങ്ങ് മാന്തി പറിച്ചെടുക്കാനാണ് നോക്കുന്നത്. എന്നാൽ പിന്നെ കൈയിട്ട് ഇങ്ങനെ പീച്ചിക്കൊണ്ടിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ പരിപാടി. അപ്പം പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കലാണ്. പിന്നെ അത് എല്ലാ പ്രാവശ്യവും എല്ലായിടത്തും നടക്കുന്ന സംഭവമാണല്ലോ. പിന്നെ എല്ലാവരും കൂടെ കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഞാൻ കൊടുത്തു, ചേട്ടായി കൊടുത്തു, മമ്മി കൊടുത്തു, ലിൻഡോ കൊടുത്തു, പിന്നെ പിള്ളേർ അവർ വന്ന ഫ്രണ്ട്സ് എല്ലാവരും കൊടുത്തു. അത് 2 പിള്ളേർ മിസ്സിങ്, അപ്പോൾ അവർക്കുള്ള കേക്കൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുത്തു വിടണം കേട്ടോ. അപ്പോൾ കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും എൻ്റെ ഇടയിൽ എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ ഞാനും കൂടെ അതിൻ്റെ ഇടയിൽ ഒരു പീസ് കേക്ക് അങ്ങ് എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നേ. പിന്നെ മാങ്ങാപ്പഴത്തിൻ്റെ ജ്യൂസ് അത് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞാനും കൂടി ഇരുന്ന് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ആഘോഷമൊക്കെ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് തന്നെ കേക്ക് മുറിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം കേട്ടോ. അങ്ങനെ പിന്നെ മിഠായികളൊക്കെ അവരെ പിള്ളേർക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. കുറേ നാൾ മുമ്പ് സൂക്ഷിച്ച് വെച്ച മിഠായികളാണല്ലോ, ഇതൊക്കെ പെറുക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോയി, എല്ലാവരും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെന്നാൽ വൈകുന്നേരം എവിടെയെങ്കിലും പോയി പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തേക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ച് നമ്മൾ നേരെ കാഞ്ഞിരപ്പുഴയ്ക്കാണ് പോയത്. ഈ കടയുടെ പേരെന്താ എന്നാൽ ഞാൻ ഓർക്കുന്നില്ല, ഇപ്പം ഞാൻ മറന്നുപോയേ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും മഴ പെയ്യാനുള്ള എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് ഫുഡ് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിൽ അപ്പോഴത്തേക്ക് യേസക്കുട്ടൻ ടേബിളിൽ ഒരേ അടിയായിരുന്നു. അപ്പോഴത്തേക്കും അപ്പനും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടേടിയായി. പിന്നെ ഞാൻ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജ്യൂസ് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവർ ജ്യൂസല്ല ഷെയ്ക്കായിരുന്നു. അങ്ങനെ ഷെയ്ക്ക് മേടിച്ചു കൊടുത്തു. പിന്നെ മോമോസ് മേടിച്ചു. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ് കഴിക്കുന്നത്. അപ്പം ഞാനും അതിനകത്ത് നിന്ന് ചേട്ടായി ഓരോന്ന് ഇസ്ക്കി കഴിച്ചു. യേസക്കുട്ടനാണെങ്കിൽ ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ അതിൻ്റെ എരിവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ പുറത്തുള്ളതൊക്കെ കുറച്ച് അവന് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ എടുത്തൊക്കെ കൊടുത്തു അവന്. അപ്പോൾ അതൊക്കെ കടിച്ച് മുറിച്ച് കുറേ കളയുകയൊക്കെ ചെയ്തു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ബർഗറാണ് മേടിച്ചത്, അതും കടിച്ച് മുറിച്ച് തിന്നു. ബർഗറൊന്നും അവർക്കത്ര ഇഷ്ടമൊന്നുമില്ല, മോമോസാണ് അവരുടെ ഫേവറേറ്റ്. പിന്നെ അത് കുറച്ച് പാഴ്സലും കൂടെ മേടിച്ചു. അപ്പോഴത്തേക്കും പെരും മഴ പെയ്ത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ച് നിന്നിട്ട് പിന്നെ വേഗം നേരെ വീട്ടിലേക്ക് വന്നേ.